നമുക്ക് എന്താണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, അത് എത്ര കണ്ട് സങ്കീർണത ഉയർത്തുന്നു എന്ന കാര്യം കൂടി ഒന്ന് നോക്കാം ഗൂഗിൾ മാപ്പിന്റെ സപ്പോർട്ടോട് കൂടി. ബൈജു സൂചിപ്പിച്ച ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഇതാ ഈ മാപ്പിൽ വളരെ വ്യക്തമായി തന്നെ വരും. അതായത് ബൈജു അല്പസമയം മുമ്പ് പ്രേക്ഷകരെ നമ്മൾ കാണിച്ച ആ സ്ഥലം മാണിക്യധാര വ്യൂ പോയിന്റ്, അത് ഏകദേശം ഈ പോയിന്റിലാണ് മാണിക്യധാര വ്യൂ പോയിന്റ് വരുന്നത്. അതായത് ശ്രീനന്ദ താഴേക്ക് വീണു എന്ന് കരുതപ്പെടുന്ന സ്ഥലം ഈ മേഖലയിലാണ്, ഇവിടെയാണ്. ഈ വ്യൂ പോയിന്റിന് സമീപത്തിരുന്ന് ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് താഴേക്ക് ശ്രീനന്ദ വീണുപോയി എന്ന് സംശയിക്കുന്ന സ്ഥലം ഇതാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്കൊന്നുകൂടി വിശദമാക്കാം. അതായത് മാണിക്യധാര വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഇവിടേക്കാണ് ഈ ശ്രീനന്ദയും കുടുംബാംഗങ്ങളും എത്തിയത്. അതായത് ഈ വഴി, അതായത് മുകളിൽ ഈ ഭാഗത്തായിട്ട് വാഹനം പാർക്ക് ചെയ്ത്, ഈ ഭാഗത്ത് വാഹനം പാർക്ക് ചെയ്ത് ഓഫ് റോഡ് വേണം എത്താൻ. നമുക്ക് ആ വഴി കൂടി പരിശോധിക്കാം. ഓഫ് റോഡായി അവരെത്തി വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്ത് അതിനുശേഷം ഈ കാണുന്ന വാഗ്വേയിലൂടെയാണ് ആ കുടുംബം സഞ്ചരിച്ചത്. ഈ വാഗ്വേയിലൂടെ ഈ പടികൾ, നേരത്തെ ബൈജു സൂചിപ്പിച്ചു, ബൈജുവിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്ന ആ പടികളിലൂടെ അവർ സഞ്ചരിച്ച് ഈ വ്യൂ പോയിന്റിലെത്തി. ഈ വ്യൂ പോയിന്റിലെത്തിയതിന് ശേഷം ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇതൊരു വളരെ ടൂറിസം പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതായത് വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന എല്ലാവരും ഈ പ്രദേശത്തും ഈ വ്യൂ പോയിന്റിലും ഫോക്കസ് ചെയ്യും. അവർ ഇവിടെ നിൽക്കും. അവർക്ക് അവിടെ നിന്ന് ഉയർന്ന ഒരു പ്രതലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകൾ കാഴ്ചകൾ കാണാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കും ആളുകൾ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് കൂടിയാവാം ആ കുട്ടി അപകടത്തിൽപ്പെട്ടതെന്ന് നമുക്ക് കരുതാം. അതായത് ഈ കാണുന്ന പ്രദേശത്തിന് നേരെ താഴ്ഭാഗത്തേക്ക് പോയാൽ വളരെ താഴ്ന്ന പ്രദേശമാണ്. ഏകദേശം 1500-നും 2000 അടി താഴ്ചയിലേക്ക് വരുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ തരത്തിൽ അപകടമുണ്ടായത്, ആ കുട്ടി വീണു പോയതെന്ന് കരുതുന്നു. അതായത് വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം മടങ്ങി വരുന്ന ടൂറിസം വിനോദയാത്രാ സംഘം ഈ സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു. ഇവിടെ കേന്ദ്രീകരിച്ച് ഫോട്ടോകളും വീഡിയോകളൊക്കെ ചിത്രീകരിക്കുന്നു. അതിനുശേഷം ഈ സംഘങ്ങളിൽ ഒരു ഭാഗം ആളുകൾ മുകളിലേക്ക് യാത്ര ചെയ്യുന്നു. പക്ഷേ ഈ കുട്ടി ഇവിടെ തന്നെ നിൽക്കുന്നു. അതാണ് സംഭവിച്ചത്, അങ്ങനെ വേണം കരുതാൻ. അതിനുശേഷം ഈ കുടുംബം ആക്ഷേപം ഉന്നയിച്ച സ്ഥലം, അതായത് ആദ്യം ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് അവരേറെ ആക്ഷേപവും ഉന്നയിച്ചു ഇരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ മുകളിൽ ഈ കടഭാഗത്ത് എവിടെയെങ്കിലും വെച്ച്, അതായത് നേരത്തെ ബൈജു സൂചിപ്പിച്ച 300 മീറ്ററിന്റെ ദൂരം ഈ 2 പോയിന്റുകൾ തമ്മിലാണ് ഉണ്ടാവുന്നത്. അതായത് ഈ വാഗ്വേയുടെ 2 പോയിന്റുകൾ തമ്മിലാണ്, ഈ വ്യൂ പോയിന്റും ഒപ്പം ഈ വാഗ്വേയുടെ ഇങ്ങേ ഭാഗവും തമ്മിലാണ് ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കുട്ടി ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് മിസ്സിംഗ് ആയിട്ടുണ്ടാവാം. ഈ അവർ നേരത്തെ സൂചിപ്പിച്ച കടകളും മറ്റും, അവിടെ ഒരു ഹോട്ടലിൻ്റെ മറ്റും പേര് നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് വെച്ച് കുട്ടി മിസ്സായിട്ടുണ്ടാവാം, കുട്ടി ആരെങ്കിലും അപകടപ്പെടുത്തിയിട്ടുണ്ടാവാം എന്ന കുടുംബത്തിൻ്റെ സംശയം ഉണ്ടാകുന്നതിൻ്റെ കാരണവും അതുകൊണ്ട് കൂടിയാണ്. അതാണ് അവർ സംശയിച്ചതിൻ്റെ കാര്യം. പക്ഷേ സംഭവിച്ചതൊന്നുമല്ല. കുട്ടി വ്യൂ പോയിന്റ് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിരിക്കാം. കുട്ടി താഴേക്ക് വീണു പോകുന്നു. ഒടുവിൽ തെരച്ചിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കുത്തനെ ചെരുവിൽ ഉള്ള പ്രദേശമാണ്. ആ ഭാഗത്തൊക്കെ ചെരുവ് പരിശോധന നടത്തിയ ശേഷമാണ് പിന്നീട് ഇപ്പോൾ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലമാണ്. ബൈജു സൂചിപ്പിച്ചു കഴിഞ്ഞു അവിടേക്കുള്ള യാത്ര എത്ര കണ്ട് വലിയ ദുഷ്കരമായ വഴികളിലൂടെ വേണം അങ്ങോട്ടേക്ക് എത്താൻ എന്നതുകൂടി നമുക്ക് കണ്ടെത്താം. അതായത് ഇത് പൂർണ്ണമായും ഓഫ് റോഡിൽ എത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഇത്ര അധികം ഉയർന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് വേണം അവിടേക്ക് എത്താൻ. അത്ര അധികം ദൂരവും സങ്കീർണവുമായ വഴികളാണ് അവിടേക്കുള്ളത്. അതുകൊണ്ട് കൂടിയാണ് അവിടുത്തെ തിരച്ചിൽ പലപ്പോഴും ദുഷ്കരമായി പോയതിൻ്റെ കാരണവും. എന്തായാലും മാണിക്യധാര വ്യൂ പോയിന്റും ഒപ്പം തന്നെ ഈ വെള്ളച്ചാട്ടവും തമ്മിലുള്ള അകലം കൂടി നമുക്ക് വ്യക്തമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഈ സ്ഥലം അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഈ തെരച്ചിൽ നടപടികളെ സങ്കീർണമാക്കിയിരുന്നു. ബൈജു തുടരുന്നുണ്ടെന്ന് കരുതുന്നു. ബൈജു, നമുക്ക് ഈ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുടുംബവും ശ്രീനന്ദയും തമ്മിൽ അവർ വാട്ടർഫാൾസ് കണ്ട് ഈ വെള്ളച്ചാട്ടം കണ്ട് മടങ്ങുന്ന വഴി 2 സ്ഥലങ്ങളിലായി പോയി എന്നതാണോ, കുട്ടി എവിടെ വെച്ചാണ് മിസ്സായത് എന്നത് ആദ്യം ഒരു ആശയക്കുഴപ്പം ഉണ്ടായതിന് കാരണം? സഹിതേ, ഈ മാണിക്യധാര വാട്ടർഫോൾസ് കണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇവരെല്ലാം, ഈ സംഘം 40 പേരടങ്ങുന്ന സംഘം ഈ കാണുന്ന സ്റ്റെപ്പ് ഇതുവഴി മുകളിലേക്ക് കയറി വരുന്നു. അങ്ങനെ ഈ വ്യൂ പോയിന്റിലെത്തിയപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുന്ന വ്യൂ പോയിന്റ് ആണ്. ഈ വ്യൂ പോയിന്റിലെത്തിയപ്പോൾ ഇവരെല്ലാം ഒന്നിച്ച് ഫോട്ടോ എടുക്കുന്നു. കാരണം ഇവർ ഇവിടെ നിന്നും ഈ ഒരു വിനോദയാത്ര അവസാനിപ്പിക്കുകയാണ്. ഹംപിയിലൊക്കെ പോയി ഏറ്റവും അവസാനമായാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഇത് നേരം വൈകുന്ന സാഹചര്യമുണ്ടായി. 5:30 സമയമായി. ഇവിടുന്ന് പിന്നീട് ചിക്മംഗ്ലൂർ ഇവർ താമസിക്കുന്ന സ്ഥലത്തെത്തണമെങ്കിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്യണം. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ നിന്നും വളരെ സന്തോഷം
സന്തോഷത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനകം ശ്രീനന്ദയെ അപ്രത്യക്ഷമാവുന്നു. ആ ഫോട്ടോയിൽ ശ്രീനന്ദയെ കാണാം. പക്ഷേ ഏറ്റവും അവസാനം ഇവർ ഇവിടെ നിന്നും മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴേക്കും ശ്രീനന്ദയെ കാണാതാവുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് കുടുംബം സംശയിച്ചത് ആരെങ്കിലും ഇങ്ങനെ ഇവിടെ നിന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇവരെ കൂട്ടത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്ന സംശയം വന്നത് അങ്ങനെയാണ്. അത് മാത്രമല്ല ഇവർ ഇപ്പോൾ നിൽക്കുന്ന ഈ ഫോട്ടോ എടുത്തെന്ന് പറയുന്ന ഈ കാണുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് കൂടി കൊക്കയിലേക്ക് താഴ്ചയിലേക്കാണ് ശ്രീനന്ദയെ കാണപ്പെടുകയും ചെയ്തിട്ടുണ്ടായത്. അതാണ് സംശയം ബലപ്പെട്ടത്. പക്ഷേ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയ അന്വേഷണത്തിൽ എന്നാണ് പറയുന്നത്. കാരണം അത് ഇൻക്വസ്റ്റ് നടപടികളിലും അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി ആധാരമാക്കി. പക്ഷേ കുടുംബം അതിലൊരു വസ്തുത കൃത്യമായി കണ്ടെത്തണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എത്തണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ കൂട്ടം തെറ്റിയത്? കാരണം ഇത്രയും സ്ഥലങ്ങളിൽ ഇവർ യാത്ര ചെയ്തു, ഇവിടെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, ഇവിടെ മണിക്കൂറുകളോളം ചെലവഴിച്ചു. ഇതിലും അപകടകരമായ താഴ്ഭാഗത്തേക്ക് ഈ വാട്ടർഫോൾസിന് ഭാഗത്തേക്ക് ഒക്കെ ഇവർ യാത്ര ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഒരു സംശയം ഉയർന്നു വന്നത്. എന്നാലും പൂർണ്ണമായും ഇതിലൊരു സംശയം നമുക്കിവിടെ എത്തിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ഒരു ഇത്രയും മാറിയ ഒരു ഭാഗം ശ്രീനന്ദ ഈ കൊക്കയിലേക്ക് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു സംശയം. കാരണം ഒറ്റയ്ക്ക് ശ്രീനന്ദ പോയി ഒരു ഫോട്ടോ എടുക്കാൻ കയ്യിൽ മൊബൈൽ ഫോൺ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ അച്ഛന്റെ കയ്യിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നു. അച്ഛന്റെ ഫോണിലാണ് ഇവർ മറ്റു ചിത്രങ്ങളൊക്കെ പകർത്തിയിരുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും മാറി നിന്നിട്ടില്ല. ഒരുമിച്ച് ഫോട്ടോ ഏറ്റവും അവസാനമായി എടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതാണ് ഇവർക്ക് ഒരു സംശയമുള്ളത്. പോലീസ് പറയുന്നത് അങ്ങനെ മാറി ഏതെങ്കിലും കല്ലോ മറ്റോ തട്ടി വലിയ കൊക്കയിലേക്ക് കാൽ തെറ്റി വീണതാകാം. അതല്ലാതെ മറ്റൊരു സംശയം മാത്രമാണ്. അത് പോലീസിൽ സ്ഥിരീകരണമില്ല. അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ ഇങ്ങനെ ജീവൻ ഒടുക്കിയതാണോ എന്നൊരു സംശയം പോലീസിന്റെ ഭാഗത്തുനിന്ന് നേരെ തോന്നില്ലെങ്കിലുമുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കൃത്യമായ ഒരു ഉത്തരം ഇല്ല എന്നതാണ്. ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ തട്ടിക്കൊണ്ടുപോയി എന്ന് ആദ്യം സംശയിച്ച ഒരു വാദത്തിന് കഴമ്പില്ല എന്ന് നമുക്ക് ഇവിടുന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഇതെല്ലാം ഒരുപാട് സഞ്ചാരികളൊക്കെ ഉണ്ട്. ശബ്ദം ബഹളം വെച്ചേക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ നമുക്ക് നേരിട്ട് വന്നപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അതിൽ ഒരു സാധ്യതയുമില്ല. അപ്പോൾ മറ്റ് 2 സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഒരു പക്ഷേ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അത് കേരള പോലീസാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ സ്വയം ജീവനെടുക്കാൻ വേണ്ടി തയ്യാറായി പോയതാണെങ്കിൽ ഇത്രയും മാറി ഇങ്ങനെ വീട് നിന്നും താഴേക്ക് ചാടുന്ന സാഹചര്യം ഉണ്ടാകാം. അതൊരു സാധ്യതയാണ്. അത് പോലീസ് കൃത്യമായി സ്ഥിരീകരിക്കുന്നില്ല. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി എത്തിയാൽ മാത്രമേ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റൂ. അതല്ല ഏതെങ്കിലും കല്ലിലോ മറ്റോ തട്ടിയിട്ട്, കാരണം അത്രത്തോളം അപകടകരമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതായത് ഈ പാരിക്കാടിക്ക് പുറത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ എല്ലാ സ്ഥലത്തും ഇരുമ്പ് കെട്ടി അങ്ങനെ പോകാതിരിക്കാനുള്ള വേലികളൊക്കെ കെട്ടിയിട്ടുണ്ട്. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി അങ്ങനെ ആ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല. ഇനി അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന്റെ ആ ഒരു സംശയം അതുകൂടി ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും കാൽവഴുതി വീഴാനുള്ള ആ ഒരു സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതും വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പം ഇവിടെ നമുക്ക് നേരിട്ട് കാണുന്നുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആ ഒരു കാര്യം അതിൽ കഴമ്പില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം ഒരു അപകടകരമായ ഒരു സ്ഥലമാണ്. ഇവിടുന്ന് തട്ടിക്കൊണ്ട് ഒരു താഴ്ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം അത് സാധാരണ ആളുകൾക്കൊന്നും ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അത്രയും വലിയൊരു കൊക്കയാണ് താഴെ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ ഇരുമ്പിന്റെ എല്ലാ ബാരിക്കാഡ് വെച്ച് ഇവിടെ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി വേലികളൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗത്ത് അധികം ആളുകളൊന്നും ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നിയന്ത്രണമൊന്നുമില്ല. പോലീസോ മറ്റ് അങ്ങനെ നിയന്ത്രിക്കുന്ന സാഹചര്യം ഒന്നുമില്ല. പക്ഷെ ആളുകൾ ഈ സ്റ്റെപ്പ് വഴി തന്നെ കൃത്യമായി താഴോട്ടിറങ്ങി ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരാൾ പോലും ഇത് കാണുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ പോലും ഭയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല. മനഃപൂർവ്വം അങ്ങനെ ജീവനൊടുക്കാൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പോയതാണോ ശ്രീനന്ദ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരള പോലീസിന്റെ ഭാഗത്ത് വലിയൊരു അന്വേഷണം വേണ്ടിവരും. അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് എന്തിനായിരിക്കാം? 10ാം ക്ലാസ് പഠിക്കുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ശ്രീനന്ദ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമോ എന്നത് കുടുംബത്തിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് തന്നെ അവർ പറയുന്നു. പോലീസ് ഒരു സംശയം നമ്മളോട് അങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു പരിശോധന എന്തായാലും നടത്തേണ്ടതുണ്ട്. ഇതിൽ ഇപ്പോഴും
ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു സ്ഥലം കണ്ടിട്ട് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തി അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അരുതാത്ത എന്തെങ്കിലും ക്രൂരത എന്തെങ്കിലും ഇതിനോട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരുമ്പോൾ നമുക്ക് അതിലൊരു കൃത്യമായ സ്ഥിരീകരണം വരും. ഏതെങ്കിലും അതിക്രമം നേരിട്ടിട്ടുണ്ടോ ശ്രീനന്ദ എന്നത് സംബന്ധിച്ച് അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും. ഇനി മൃതദേഹത്തിന്റെ പഴക്കവും നമുക്ക് അതിൽ മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തത വരും. ബൈജു സൂചിപ്പിച്ചതുപോലെയാണ്. എന്തായാലും ഒരു അപകടം അങ്ങനെയാണ്, കുട്ടിയുടെ അശ്രദ്ധ മൂലമോ അല്ലാതെയോ ഉണ്ടായ ഒരു അപകടം അതിലൂടെ സംഭവിച്ചതാവാം എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ബൈജു സൂചിപ്പിച്ചു ആ സ്ഥലത്തിന്റെ പ്രത്യേകത. ഇതിപ്പോൾ ഈ ആ വ്യൂ പോയിന്റിന്റെ ഒരു സാഹചര്യം, അതിൻ്റെ ഒരു സങ്കീർണത കൂടെ മനസ്സിലാകും. ഇത് യഥാർത്ഥത്തിൽ ഈ ചിത്രം പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഈ ചിത്രം അല്പം പഴയമുള്ള ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായി അല്പം മാറ്റങ്ങൾ ചിത്രത്തിനുണ്ടാകും. പക്ഷേ ആ സ്ഥലത്തിൻ്റെ ഒരു അപകടാവസ്ഥ നമുക്ക് ബോധ്യപ്പെടാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ സാഹചര്യം മനസ്സിലാവും. ഇതാ നോക്കൂ, ഈ വ്യൂ പോയിന്റിന് സമീപമുള്ള സാഹചര്യങ്ങൾ. ബൈജു സൂചിപ്പിക്കുന്ന പ്രകാരം ഇത്ര അധികം പോലും സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോഴവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുണ്ടാക്കുന്ന അപകടകരമായ സാഹചര്യങ്ങൾ എത്ര വലുതാണ് എന്നതാണ്. ഇതാണ് മുകളിലേക്കുള്ള പടികൾ, ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആളുകൾ വന്ന് ഫോട്ടോ എടുത്തൊക്കെ മടങ്ങുന്നതിന് വേണ്ടി ഒരു ഉയർന്ന സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നതാണ്. ഇത് മറ്റൊരു കാലാവസ്ഥയിൽ അവിടെ നിന്ന് എടുത്ത ഒരു ചിത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അവിടുത്തെ ആ ഒരു വ്യൂ പോയിന്റിൻ്റെയും സാഹചര്യങ്ങൾ കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഈ ചിത്രം എന്നത് കൂടിയാണ്. അത് ആ വ്യൂ പോയിന്റ് അതുണ്ടാക്കാൻ സാധ്യതയുള്ള അപകടകരമായ സാഹചര്യങ്ങൾ അത് വളരെ വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ദൃശ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരുപക്ഷെ ഈ അവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഭേദിച്ച് ആരെങ്കിലും പുറത്തേക്ക് വന്നാൽ അത് അപകടത്തിൽപ്പെടാൻ തീർച്ചയായും സാധ്യതയുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ സാഹചര്യം. ആ മുകളിലേക്ക് കടന്നു പോകുന്ന പടികൾ വളരെ വ്യക്തമാണ്. അതാണ് മുകളിലേക്ക് പാർക്കിംഗ് സ്ഥലത്തേക്ക് കടന്നു പോകേണ്ടത്. അതേസമയം താഴ്ന്ന പ്രദേശത്തേക്ക് വീണ്ടും താഴ്ഭാഗത്തേക്ക് വന്നാൽ ഇവിടുന്നും താഴ്ഭാഗത്തേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെന്നാൽ മാണിക്യധാര വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. അതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ ഒരു അപകടകരമായ സാഹചര്യം വളരെ വ്യക്തമാകുന്ന ഒരു ചിത്രം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് അവസ്ഥ. എന്തായാലും ശ്രീനന്ദയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവട്ടെ. കുടുംബം എന്തായാലും ഒരു അപകട മരണം എന്ന വിലയിരുത്തലിലേക്ക് തന്നെയാണ് പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.